ഫിസിക്സ് ബസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററിന്റെ പാർട്ട് 3 വീഡിയോസ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം, എളുപ്പം തന്നെ കണ്ടന്റിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ ഇന്ന് എന്തൊക്കെ കണ്ടന്റ് ആണ് എടുക്കാന്നുള്ളത് നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ എടുക്കുന്നത് റോളിംഗ് മോഷനെ കുറിച്ചും അതുപോലെ തന്നെ ഹൗ ടു റെഡ്യൂസ് ഫ്രിക്ഷൻ എങ്ങനെ കുറയ്ക്കാം നോക്കാം. അതുപോലെ തന്നെ ഇക്വിലിബ്രിയം ഓഫ് എ പാർട്ടിക്കിൾ ആൻഡ് സർക്കുലർ മോഷൻ. ഓക്കെ, ഈ 4 ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ടോപ്പിക്കായ റോളിംഗ് ഫ്രിക്ഷനിലേക്ക് പോകാം. അപ്പൊ റോളിംഗ് ഫ്രിക്ഷൻ, അപ്പൊ ഫ്രിക്ഷൻ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. അപ്പൊ എന്ത് ചെയ്യാം, നമ്മൾ എന്ത് ചെയ്യാം, ഒരു മോഷനെ ഓപ്പോസിറ്റ് ഉണ്ടാവുന്ന ക്വാണ്ടിറ്റി ആണ് എന്ത് ചെയ്യുക, മോഷൻ അല്ലെ. ഈ മോഷൻ ഉണ്ടാവുകയാണെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത് ചെയ്യുക, ഫ്രിക്ഷൻ ഉണ്ടാവുക. ഇപ്പോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ റോളിംഗ് എന്താണെന്ന് നമുക്കറിയാം അല്ലെ. ഇപ്പൊ ഒരു എക്സാമ്പിൾ, നമ്മൾ സൈക്കിൾ ചവിട്ടാണ്. അപ്പൊ എന്താ, സൈക്കിൾ ചവിട്ടുമ്പോൾ എന്ത് ചെയ്യാം, മുന്നോട്ടാണ് ചവിട്ടുന്നത്. അപ്പൊ ടയർ മുന്നോട്ടാണ് തിരിയുന്നത്. അപ്പൊ ടയർ മുന്നോട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ടയർ ഉണ്ടല്ലേ, ടയർ മുന്നോട്ടാണ് പോകുന്നതെങ്കിൽ നമ്മൾ മുന്നോട്ടാണ് പോകുന്നത്. അപ്പൊ ഫ്രിക്ഷൻ എങ്ങോട്ടായിരിക്കും, നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഫ്രിക്ഷൻ ഉണ്ടാവുക. ക്ലിയർ ആണല്ലോ. അപ്പൊ മോഷൻ നേരെ ഓപ്പോസിറ്റ് ആണ് ഫ്രിക്ഷൻ ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ റോളിംഗ് മോഷൻ എന്ന് പറഞ്ഞാല്, റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി എന്താണെന്ന് നോക്കാം. ഓക്കെ, റോളിംഗ് ഫ്രിക്ഷൻ ഇസ് ദ ഫോഴ്സ് ദാറ്റ് ഓപ്പോസസ് ദ മോഷൻ ഓഫ് എ ബോഡി വെൻ ഇറ്റ് റോൾസ് ഓവർ എ സർഫസ്. അതായത് ഇപ്പം പറഞ്ഞ കാര്യം തന്നെ, ഒരു സർഫസിന് മേലെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, റോൾ ചെയ്ത് പോവുകയാണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ആ മോഷനെ ഓപ്പോസിറ്റ് ആയിട്ട് ഉണ്ടാവുന്ന മോഷനാണ് എന്ത് ചെയ്യുക, റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയും. റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയും. അപ്പൊ അതിന് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, നോക്കാം. റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ദ ഫോഴ്സ് ദാറ്റ് ഓപ്പോസ് ദ മോഷൻ ഓഫ് എ ബോഡി വെൻ ഇറ്റ് റോൾസ് ഓവർ എ സർഫസ്. ഒരു സർഫസിന് മേലെ പോകുമ്പോഴുള്ള ഓപ്പോസിറ്റ് ഉള്ള ഫോഴ്സ് ആണ് ശരിക്കും എന്ത് ചെയ്യുക, ഫ്രിക്ഷൻ എന്ന് പറയും. ഓക്കെ, അവൻ എക്സാമ്പിൾ ആയിട്ട് എ ബോൾ റോളിംഗ് ഓൺ ദ ഗ്രൗണ്ട് ഗ്രാജുവലി സ്ലോസ് ഡൗൺ ആൻഡ് സ്റ്റോപ്സ്. ഒരു ഗ്രൗണ്ടിൽ എന്ത് ചെയ്യുക, ബോൾ എന്ത് ചെയ്യുക, റോൾ ചെയ്ത് പോലെ കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അത് എന്ത് ചെയ്യുക, നിൽക്കും. ഓക്കെ, നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, വെൻ എ ബൈസിക്കിൾ എക്സ്പീരിയൻസ് റോളിംഗ് ഫ്രിക്ഷൻ ആസ് ദേ മൂവ് ഓൺ ദ റോഡ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് തന്നെയാണ് ഇപ്പം പറഞ്ഞത്. ഓക്കെ, പിന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് റോളിംഗ് ഫ്രിക്ഷന് എപ്പോഴും സ്റ്റാറ്റിക് ഫ്രിക്ഷനെക്കാട്ടിയും കുറവായിരിക്കും. അപ്പം റോളിംഗ് ഫ്രിക്ഷൻ സ്റ്റാറ്റിക് ഫ്രിക്ഷനെക്കാട്ടിയും എപ്പോഴും കുറവായിരിക്കും. അതായത് ഒരു ബോഡി റെസ്റ്റിൽ നിൽക്കുക അല്ലെങ്കിൽ സ്റ്റേഷനറി ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടാവുന്ന ഫ്രിക്ഷൻ ആണല്ലോ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആയിരിക്കും റോളിംഗ് ഫ്രിക്ഷനെക്കാട്ടി കൂടുതൽ ഉണ്ടാവുക. കാരണം എന്തുകൊണ്ടാ, സ്റ്റേഷനറി ആണ്, സ്റ്റേഷനറി ഉണ്ടാകുന്ന സമയത്താണ് ഫ്രിക്ഷൻ കൂടുതൽ. അപ്പൊ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. ഓക്കെ, ഹൗ ടു റെഡ്യൂസ് ഫ്രിക്ഷൻ. ഒരു ഫ്രിക്ഷൻ എങ്ങനെ കുറയ്ക്കാൻ നോക്കാം അല്ലെ. നമ്മൾ ഇപ്പൊ സപ്പോസ് നമ്മൾ കണ്ടിട്ടില്ലേ, ഈ ബോൾ ബെയറിംഗ് ഒക്കെ കേട്ടില്ലേ. ഇപ്പൊ നമ്മളിപ്പോ വീൽ ബെയറിംഗ്, ഇപ്പൊ ചില വണ്ടിയുടെ ഇപ്പൊ 2 വീലർ ഒക്കെ എടുക്കുക അല്ലെങ്കിൽ ഒരു 4 വീലർ എടുക്കുക. അപ്പം ഇപ്പൊ എക്സാമ്പിൾ 2 വീലർ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരു ഡയഗ്രാം വരയ്ക്കുക. ഇപ്പം നിങ്ങൾ ഇങ്ങനെ കണ്ടില്ലേ, ഇങ്ങനെ ഒരു സർക്കുലർ ഷേപ്പ് ഉണ്ടാവും. അതിനുള്ളിൽ എന്ത് ചെയ്യുക, കുഞ്ഞു കുഞ്ഞു സ്പിയേഴ്സ് ഉണ്ടാവും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കുഞ്ഞു കുഞ്ഞു സ്പിയേഴ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാല് ബെയറിംഗ് എന്ന് പറയാം. ഇതിനെ ബെയറിംഗ്സ് എന്നാ പറയാം. ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ബെയറിംഗ്സ്, ബോൾ ബെയറിംഗ്സ് എന്നാണ് പറയാം. അപ്പോ എങ്ങനെ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാം, അതിനൊന്ന് ഫസ്റ്റത്തെ ആണ് ബോൾ ബെയറിംഗിന്റെ കേസ് പറയുന്നത്. അതായത് ബോൾ ബെയറിംഗ് പ്ലേസ്ഡ് ബിറ്റ്വീൻ മൂവിംഗ് പാർട്സ് ഓഫ് എ മെഷീൻ. ഒരു മൂവിംഗ് പാർട്സ് ഓഫ് മെഷീന്റെ ഇടയിൽ എന്ത് ചെയ്യുക, ബെയറിംഗ് കൊടുക്കുക, ബോൾ ബെയറിംഗ് കൊടുക്കുക. അപ്പൊ എന്ത് ചെയ്യുക, ഫ്രിക്ഷൻ കുറയ്ക്കാൻ പറ്റും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് എപ്പോഴും നമുക്കറിയണതാണ് ഒരു സ്റ്റാറ്റിക് ഫ്രിക്ഷനെക്കാട്ടി, അതായത് ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ റോളിംഗ് ഫ്രിക്ഷൻ ഉണ്ട്. അങ്ങനെ ഫ്രിക്ഷൻ ഉണ്ട് നമുക്കറിയാലോ. ഓക്കെ, അതുപോലെ തന്നെ അപ്പം ഇൻസ്റ്റെഡ് ഓഫ് സ്ലൈഡ് ചെയ്യുന്നതിന് പകരമായിട്ട് ദ സർഫസസ് റോൾ ഓവർ ദ ബോൾ ബെയറിംഗ്. ഓക്കെ, റോളിംഗ് ഫ്രിക്ഷൻ ഈസ് മച്ച് ലെസ് ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ, സോ ഫ്രിക്ഷൻ ഈസ് റെഡ്യൂസ്ഡ്. ഓക്കെ, അപ്പോ റോളിംഗ് ഫ്രിക്ഷൻ എന്ത് ചെയ്യുക, സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ഉണ്ട് അല്ലെ, സ്ലൈഡിംഗ് ഫ്രിക്ഷനെക്കാട്ടി ചെറുതാണ് റോളിംഗ് ഫ്രിക്ഷൻ. അപ്പൊ എന്ത് ചെയ്യാം, ഈ റോൾ ചെയ്യുമ്പോൾ ഫ്രിക്ഷൻ കുറവായിരിക്കും. മനസ്സിലായി. അപ്പൊ സ്ലൈഡ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ എന്ത് ചെയ്യുക, ഫ്രിക്ഷൻ കൂടുതലായിരിക്കും. അപ്പൊ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ബെയറിംഗ് അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചിട്ടുണ്ട്, ഈ ബെയറിംഗിന്റെ ഇടയിൽ എന്ത് ചെയ്യുക, നമ്മൾ ഗ്രീസ് ഇട്ട് കൊടുക്കും. ഇവിടെ ഇടയിൽ എന്ത് ചെയ്യുക, ഗ്രീസ് അപ്ലൈ ചെയ്യും. അതെന്തിനാണ്, നമുക്ക് ആ തേയ്മാനം കുറയ്ക്കാനും അതുപോലെ തന്നെ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, സ്മൂത്ത് ആയിട്ട് മൂവ് ചെയ്യാൻ സഹായിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ഗ്രീസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഗ്രീസ് ഈസ് യൂസ്ഡ് ഇൻ ബോൾ ബെയറിംഗ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ. അപ്പൊ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് അവിടെ ഗ്രീസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ കാര്യം കൂടി നോക്കാം. ഈ രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ എടുത്തിട്ടുണ്ട് കംപ്രസ്ഡ്
കഷൻ ഓഫ് എയർ ബിറ്റ്വീൻ സർഫസസ് ഇൻ റിലേറ്റീവ് മെഷർ. എന്താണ് ഇത്, ഈ കാര്യം എന്താണെന്ന് പറഞ്ഞു നോക്കാം. ജസ്റ്റ് നമുക്ക് താഴെ വായിക്കാം. ഓക്കെ, അപ്പോ അതെന്താ വെച്ചാല് ഇവിടെ ഒരു സെറ്റപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ബലൂണാണല്ലേ, ഒരു ബലൂണാണുള്ളത്. ബലൂണിന്റെ എഡ്ജ് ആണല്ലോ. ഇവിടെ എഡ്ജിന്റെ ഇടയിൽ ഇവിടെ ചെറിയൊരു ഹോളുണ്ട്. ഈ ഹോള് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു ഡിസ്കിലാണ്. എന്താണ്? ഒരു ഡിസ്കിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എന്താ, ഈ ബോള് എയർ ഉണ്ടാവുമല്ലോ, ഈ എയർ എന്ത് ചെയ്യുക, ഈ ഹോൾസിനുള്ളിൽ കൂടെ ഇങ്ങോട്ട് വരും. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഡിസ്കിന്റെ അടിവശത്ത് കാര്യങ്ങളൊക്കെ സ്പ്രെഡ് ആവും. അപ്പൊ ഒരു സർഫസ് ആണല്ലോ, ഒരു സർഫസ് ആണെങ്കിൽ, ഒരു സർഫസിലാണ് ഇത് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാലോ. അപ്പൊ എന്ത് ചെയ്യുക, അതിന് ഈ എയർ വന്നിട്ട് ഈ ഇതിൽ മറ്റേ ഡിസ്കിന്റെ സർഫസിലൊക്കെ സ്പ്രെഡ് ആകുമ്പോൾ അടിയിലേക്ക് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഇത് പതുക്കെ ചെറുതായിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഈ സർഫസിന് കുറച്ച് മുകളിലേക്ക് പൊങ്ങി നിൽക്കും. അതായത് നിലത്ത് ചെറുതായിട്ട് ടച്ച് ഉണ്ടാവുള്ളൂ, ടച്ച് ഇല്ലാത്ത രീതിയിൽ പൊങ്ങി നിൽക്കുമ്പോൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് എന്താ ഫ്രിക്ഷൻ കുറയും. അതായത് നമ്മൾ രണ്ട് ബോളിൽ ടച്ച് ചെയ്ത് വളരെ പ്രഷറിൽ നിൽക്കുമ്പോൾ മാത്രമാണ് എന്ത് ഫ്രിക്ഷൻ കൂടുതൽ ഉണ്ടാവുക അല്ലെ. അപ്പൊ കുറച്ച് എയറിലാണ് നിൽക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ഫ്രിക്ഷൻ കുറവായിരിക്കും. അപ്പൊ എന്ത് ചെയ്യുക, അതാണ് കംപ്രസ്ഡ് കഷൻ ഓഫ് എയർ ബിറ്റ്വീൻ സർഫസ് ഇൻ റിലേറ്റീവ് മോഷൻ. ഇതാണ് ഇതിനെ പറയുന്നത്. ഓക്കെ, ഇതൊന്ന് എന്താണെന്ന് കൂടി പറയാം, ഒന്ന് വായിക്കട്ടോ. എയർ എസ്കേപ്പ് ഫ്രം ദ ബലൂൺ ത്രൂ ദ ഹോൾ ഫോമിംഗ് എ തിൻ കഷൻ ഓഫ് എയർ അണ്ടർ ദ ഡിസ്ക്. അപ്പൊ ഡിസ്കിന്റെ അടിയിൽ ഒരു എയറിന്റെ ഒരു പാലിമാരി ഉണ്ടാക്കും. അങ്ങനെയാണെങ്കിൽ ദിസ് കഷൻ റെഡ്യൂസസ് കോണ്ടാക്ട് വിത്ത് ദ സർഫസ് ബിലോ. ഓക്കെ, അപ്പൊ ഈ കോണ്ടാക്ട് സർഫസ് ആയിട്ട് എന്തെങ്കിലും കോണ്ടാക്ട് കുറയ്ക്കും. ദർബൈ റെഡ്യൂസിങ് ഫ്രിക്ഷൻ. അപ്പൊ ദർബൈ ഫ്രിക്ഷൻ കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. നമ്മൾ എന്ത് ചെയ്യാം, ഇനി അടുത്ത ടോപ്പിക്ക് പോവാണ്. ഓക്കെ, ഇക്വിലിബ്രിയം ഓഫ് എ പാർട്ടിക്കിൾ. ഇത് എന്താ നമുക്ക് ആദ്യം നോക്കട്ടോ. ഇത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഈ കെമിസ്ട്രിയിലൊക്കെ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താ, അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാം, റിയാക്ഷൻ എന്ത് ഈക്വൽ ആവുന്നത് ഇക്വിലിബ്രിയം എന്ന് പറയാം. അതേമാതിരി നമ്മൾ ഫിസിക്സിന്റെ ടേംസിൽ നമുക്കറിയാം നമ്പർ ഓഫ് ഫോഴ്സസ് ആക്ടിങ് ഓൺ സിസ്റ്റം. അതായത് കുറെ ഫോഴ്സസ് എന്ത് ചെയ്യുക, ആ സിസ്റ്റത്തിലേക്ക് ഒരേ മാരി ആക്ട് ചെയ്യാണ് അല്ലെ. ആക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ആ സിസ്റ്റം എന്ത് ചെയ്യുക, മൂവ്മെന്റ് ഒന്നും വരുന്നില്ല. ഇവിടെ കൊടുക്കുന്നില്ലേ, ഇപ്പോ സപ്പോസ് ഈ ഒരു സിസ്റ്റത്തേക്ക് ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് F1 ആണ്, F2, F3, F4, F5, F6 അങ്ങനെ നമ്പർ ഓഫ് ഫോഴ്സസ് സിസ്റ്റത്തിലേക്ക് ആക്ട് ചെയ്യുക അല്ലെ. ഒരു തുല്യമായിട്ടുള്ള ഫോഴ്സ് എല്ലാ ഭാഗത്തും ആക്ട് ചെയ്യുകയാണെങ്കിൽ ദ സിസ്റ്റം ഈസ് ഇൻ റസ്റ്റ്, അല്ലെങ്കിൽ റസ്റ്റിലാണെന്ന് പറയാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരേ ഫോഴ്സ് ഒരു ബോഡിക്ക് കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തിരുന്നാൽ എന്ത് ചെയ്യുക, അത് യൂണിഫോം ആയിട്ട് വെലോസിറ്റി അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വെലോസിറ്റി ആണ് എന്ത് ചെയ്യുക അതുള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതായത് ഈ ഒരു പാർട്ടിക്കിൾ ഈ സെറ്റ് ടു ബി ഈക്വിലിബ്രിയം വെൻ ദ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ് സീറോ ആയിരിക്കും. ദീസ് ഫോഴ്സിനാണ് പറയാം കണ്ടിന്യൂസ് ഫോഴ്സസ്. ഓക്കെ, അപ്പോ ഒരു നമ്പർ ഓഫ് ഫോഴ്സസ് സിസ്റ്റത്തിലേക്ക് ആക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ദ സിസ്റ്റം ഈസ് ടു ബി ഇക്വിലിബ്രിയത്തിലാകും. അങ്ങനെയുള്ള ഫോഴ്സിനാണ് പറയാം കൺകറന്റ് ഫോഴ്സ് എന്ന് പറയും. അപ്പോ ദിസ് മീൻസ് ദാറ്റ് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ദ പാർട്ടിക്കിൾ റിമെയിൻസ് റസ്റ്റ്, അല്ലെങ്കിൽ പാർട്ടിക്കിൾ എന്ത് ചെയ്യുക, റസ്റ്റിലായിരിക്കും. അല്ലെങ്കിൽ ഇറ്റ് കണ്ടിന്യൂസ് ടു മൂവ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി. അതായത് ഒരു സെയിം ഫോഴ്സ് തന്നെയാണ് അതിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, അത് ഇറ്റ് മൂവ്സ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി. ഓക്കെ, ഇപ്പൊ നമ്പർ ഓഫ് ഫോഴ്സസ് അല്ലേ. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ അർത്ഥം എന്താ, F1 പ്ലസ് F2 പ്ലസ് F3 പ്ലസ് F4 പ്ലസ് F5 പ്ലസ് F6 ഈക്വൽ ടു 0. അതായത് നെറ്റ് ഫോഴ്സ് എന്ത് ചെയ്യുക, 0 എന്ന് പറയാം. അതായത് നമുക്ക് എഴുതാൻ പറ്റില്ലോ സമ്മേഷൻ ഓഫ് എഫ് നെറ്റ് എന്ന് പറയുന്നത് 0. അപ്പൊ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ സിസ്റ്റം എന്ത് ചെയ്യുക, 0 എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ തെളിയിച്ചത്. ക്ലിയർ ആണല്ലോ. അതാണ് ഇക്വിലിബ്രിയം ഓഫ് എ പാർട്ടിക്കിൾ എന്ന് പറയാം. അതായത് പാർട്ടിക്കിൾ എന്ത് ചെയ്യുക, റിമെയിൻസ് അറ്റ് റസ്റ്റ്. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിൽ പോവുകയാണ്, സർക്കുലർ മോഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന് മുന്നേ സർക്കുലർ മോഷനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ കാര്യങ്ങളൊന്ന് ഓർത്തെടുക്കുക. നമുക്ക് അതിൽ തന്നെ തുടങ്ങാം. ഇപ്പൊ ഒരു ബോഡി ഇവിടെ കണ്ടല്ലോ. ഒരു ബോഡിക്ക് ബോഡി എന്ത് ചെയ്യുക, ഒരു ബോഡിയുടെ മാസ് M ആണ് അല്ലെ, മാസ് M ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ആ റോഡിനെ അങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ കറക്കുകയാണ്. ഇങ്ങനെ കറക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അങ്ങനെ കറങ്ങൂല. ഒരു സെന്ററിനെ ആസ്പദമാക്കി എന്ത് ചെയ്യുക, അങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമുക്കറിയാം രണ്ട് ടൈപ്പ് ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. ഒന്നാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ടാൻജൻഷ്യൽ ഫോഴ്സ്. ഈ രണ്ട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് നമുക്കറിയാം.
ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എപ്പോഴും എന്ത് ചെയ്യാം, ആക്ടിങ് ഇൻവേഴ്സ്, ഉള്ളിലേക്കാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ആ കാര്യങ്ങൾ അറിയാം. അപ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടാവണമെന്ന് നമുക്ക് എന്ത് ചെയ്യാം, സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ഉണ്ടാവും അല്ലെ. അപ്പൊ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ നമ്മളൊരു നേരത്തെ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. AC is equal to V square by R എന്ന് പഠിച്ചിട്ടുണ്ട്. സെൻട്രിപെറ്റൽ ആക്സലറേഷൻ AC is equal to V square by R എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ വിക്ക് പകരം നമ്മൾ V is equal to R ഒമേഗ എന്ന് നമ്മൾ കൊടുത്തല്ലോ, കഴിഞ്ഞ ഇതിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ AC is equal to V square by വിക്ക് പകരം R square ഒമേഗ സ്ക്വയർ ബൈ R എന്ന് പറയും. അങ്ങനെ ആകുമ്പോൾ R ഒമേഗ സ്ക്വയർ നമുക്ക് കിട്ടും. ക്ലിയർ ആണല്ലോ. അപ്പൊ എന്തൊക്കെ രണ്ട് ഫോർമുല കിട്ടിയിട്ടുണ്ട് അല്ലെ, V സ്ക്വയർ ബൈ R ഉണ്ട്, അല്ലെങ്കിൽ R ഒമേഗ സ്ക്വയർ. അതാണ് സെൻട്രിപെറ്റൽ ആക്സലറേഷനുള്ള ഇക്വേഷൻസ്. നമുക്കറിയാം ഒരു ന്യൂട്ടന്റെ ലോ പ്രകാരം F is equal to ma എന്നറിയാം. F is equal to ma നമുക്കറിയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഒരു ഇതാണ് നമ്മളിപ്പോ ഒരു ഇതാണ് കറക്കുന്നത്. ഒരു നമ്മളൊരു മാസ് കെട്ടിയിട്ടാണ് നമ്മൾ കറക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ആ വസ്തുവിന്റെ സെന്ററിലേക്കാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് സൂചിപ്പിക്കുക FC എന്നാണ്. FC is equal to അതായത് ഫോഴ്സ് is equal to മാസ് ഇൻറ്റു ആക്സലറേഷൻ. ഓക്കെ, ഇവിടെ എങ്ങനെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ. ആക്സലറേഷന് പകരമായിട്ട് എന്ത് ചെയ്യാം, അവിടെ നമുക്ക് ഇവിടെ എന്താ പറയുക, V സ്ക്വയർ ഡിവൈഡഡ് ബൈ R എന്ന് കൊടുത്തൂടെ, D സ്ക്വയർ ഡിവൈഡഡ് ബൈ R. അപ്പൊ സെൻട്രിപെറ്റൽ ഫോഴ്സ് FC is equal to എങ്ങനെ പറയാം, mv സ്ക്വയർ ഡിവൈഡഡ് ബൈ R. ഓക്കെ, അപ്പൊ സെൻട്രിപെറ്റൽ ഫോഴ്സിന് ഒരു ഇക്വേഷൻ കിട്ടി. എന്താണ് ഒരു ഇക്വേഷൻ കിട്ടിയല്ലോ, എന്താണ് ഫോഴ്സ് FC is equal to mv സ്ക്വയർ ഡിവൈഡഡ് ബൈ R. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സിമിലർലി നമുക്ക് ഇവിടെ എഴുതാൻ പറ്റുമല്ലോ, സെൻട്രിപെറ്റൽ ഫോഴ്സ് FC ഈക്വൽ ടു ഇവിടെ R ഒമേഗ സ്ക്വയർ ഉള്ളത് അല്ലെ. അങ്ങനെയാണെങ്കിൽ സെൻട്രൽ FC is equal to mR ഒമേഗ സ്ക്വയർ. കാരണം എന്താണ്, ഇവിടെ മുകളിലുള്ള ഇക്വേഷനില് അതായത് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ R ഒമേഗ സ്ക്വയർ ആണ് ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാസ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു അല്ലെ. അപ്പൊ FC is equal to mR ഒമേഗ സ്ക്വയർ. അപ്പോ രണ്ട് ഇക്വേഷൻ കിട്ടി. അപ്പോൾ സർക്കുലർ മോഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, സെൻട്രിപെറ്റൽ ഫോഴ്സിനുള്ള രണ്ട് ഇക്വേഷൻസ് ആയിരിക്കും ചോദിക്കുക. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് ഇതാണ്. അപ്പൊ ഇത് ഇങ്ങനെ ഡിറൈവ് ചെയ്ത് ചെയ്താൽ മതി. അപ്പൊ സർക്കുലർ മോഷനിൽ സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പോ ഇന്ന് നമ്മൾ ഇത്ര ഒരു ചെറിയ ഭാഗമാണ് പോർഷനാണ് നമ്മൾ എടുത്തത്. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്ത ഒരു ക്ലാസ്സിൽ നമ്മൾ പുതിയ ടോപ്പിക്കായിട്ട് നമ്മൾ കാണും. അതുവരെ ഗുഡ് ബൈ.